വെൽക്കം ടു QA ഫോക്കസ്. ഗ്രാവിറ്റേഷനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏത് രണ്ട് ഓബ്ജക്ട്സിൻ്റെ ഇടയ്ക്കും ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഏത് രണ്ട് ഓബ്ജക്റ്റ് നമ്മൾ എടുത്താലും, ഇപ്പം M1 മാസ് എടുത്തു, ഇവിടെ ഒരു M2 മാസ് എടുത്തു, ഈ തമ്മിലുള്ള ഡിസ്റ്റൻസ് R ആണ്. അങ്ങനെയാണെങ്കിൽ ഈ M1 M2നെ അട്രാക്ട് ചെയ്യുന്നുണ്ടാവും, അതേപോലെ തിരിച്ച് M2ഉം M1നെ അട്രാക്ട് ചെയ്യുന്നുണ്ടാവും. അതായത് ഈ രണ്ട് ബോഡീസും മ്യൂച്വലി ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായിരിക്കും. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്നത് ഇത് രണ്ടിൻ്റെയും മാസിൻ്റെ പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. മാസ് M1ഉം M2ഉം ആണ്. അപ്പം മാസിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും M1 M2ന് ഈക്വൽ ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പം അത് 1/r² ആണ്. 1/r² ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടിനെയും കൂടി നമുക്ക് എങ്ങനെ എഴുതാം? F പ്രൊപ്പോർഷണൽ ടു M1 M2/r². F പ്രൊപ്പോർഷണൽ ടു M1 M2/r². പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് നമ്മളൊരു കോൺസ്റ്റന്റിന് ഇട്ട് കൊടുക്കണം. G ആണ്. G M1 M2/r². ജിയെ വിളിക്കുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്നാണ്, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ജി എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. ജി ഈസ് ദി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. ജിയുടെ വാല്യൂ 6.67 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. അപ്പോൾ നമുക്ക് എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം? ലോ എന്ന് പറയുന്നത് എവരി ബോഡി ഇൻ ദി യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ വിത്ത് എ ഫോഴ്സ്. ഈ യൂണിവേഴ്സിലുള്ള എല്ലാ ഓബ്ജക്ട്സും പ്ലാനറ്റ്സ്, സാറ്റലൈറ്റ്സ്, എർത്ത്, ട്രീസ്, അങ്ങനെ ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഓബ്ജക്ട്സ് എല്ലാം തന്നെ അവയ്ക്കിടയിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഇനി ആ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആക്കി നമുക്ക് പറയാൻ പറ്റും. പഠിക്കാനുള്ള എളുപ്പത്തിനായിട്ട് നോക്കിയേ. ദ ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദി മാസിൻ്റെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്തിനാ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ? സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമുക്ക് എഴുതേണ്ടത് ഇത്രയാണ്: എവരിബോഡി ഇൻ ദി യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ വിത്ത് എ ഫോഴ്സ്. ദ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. പഠിച്ചോ? ഇപ്പം തന്നെ പഠിച്ചോ? ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് മാസ് M1 M2 ഒക്കെ വരയ്ക്കാം. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് R കൊടുക്കാം. F പ്രൊപ്പോർഷണൽ ടു M1 M2 ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r² ആണ്. കമ്പൈൻ ചെയ്ത് എഴുതുമ്പം F പ്രൊപ്പോർഷണൽ ടു M1 M2/r² എന്ന് വരും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റന്റിനെയും കൂടി ഇട്ട് കൊടുക്കണം. ആ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6.67 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ്. യൂണിറ്റ് ഒക്കെ പഠിച്ചിട്ടാണ് കേട്ടോ. നമുക്കൊരു 2 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് നമുക്കിത് എക്സ്പെക്റ്റ് ചെയ്യാം. ഡയറക്റ്റ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുവാണെങ്കിൽ നമുക്കിതൊരു 2 മാർക്കിനുള്ളതുണ്ട് കേട്ടോ. അപ്പം ഉറപ്പായിട്ടും പഠിച്ചിട്ടോണം. ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ് കേട്ടോ. ഇനി ഈ ഗ്രാവിറ്റേഷൻ ലോയുടെ പ്രത്യേകത, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ, ഒന്നാമത്തെ കാര്യം, ഇതെപ്പോഴും അട്രാക്റ്റീവ് ഫോഴ്സാണ്. നമുക്കറിയാം ചാർജിൻ്റെ കേസൊക്കെ വരുമ്പോഴത്തേക്കും ചാർജുകൾ എന്ത് ചെയ്യും?
ലൈക്ക് ചാർജ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജ് ആണെങ്കിൽ അട്രാക്റ്റ് ചെയ്യും അല്ലേ. പ്രോട്ടോണും അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജും അല്ലേ, അതെപ്പോഴും റിപ്പൽ ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫോഴ്സ് നമ്മൾ പറയുമ്പോഴും നമ്മൾ പറയും നോർത്ത് പോളും സൗത്ത് പോളും ഓപ്പോസിറ്റ് പോളാണെങ്കിൽ അട്രാക്റ്റ് ചെയ്യും, സെയിം പോളാണെങ്കിൽ ലൈക്ക് പോൾസ് ആണെങ്കിൽ റിപ്പൽ ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഗ്രാവിറ്റേഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല. എപ്പോഴും എന്ത് തന്നെയാണ്, അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. ഇത് വീക്കസ്റ്റ് ഫോഴ്സാണ്, ഏറ്റവും വീക്കായിട്ടുള്ള ഫോഴ്സാണ്. നേച്ചറിലുള്ളത് വെച്ച് തന്നെ ഏറ്റവും വീക്കായിട്ടുള്ള ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പിന്നെ പറയാനുള്ളത്, ഇത് പ്രത്യേകിച്ച് ഒരു മീഡിയത്തിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നൊന്നുമില്ല. മീഡിയത്തിനെ ഒന്നും തന്നെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഫോഴ്സാണ്. കാരണം ഇവിടെ ആപ്പാടെ r² എന്നുള്ള ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ. ഇത് എയറിലാണോ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വെള്ളത്തിലാണോ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മീഡിയത്തിൽ കൊണ്ടാണോ, ഗ്ലാസ്സിലാണോ വെച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. രണ്ട് ഓബ്ജക്റ്റ് ഇരിക്കുന്നത് എയറിലാണോ, വെള്ളത്തിലാണോ, ഓയിലിലാണോ, അല്ലെങ്കിൽ ഗ്ലാസ്സിലാണോ, അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇല്ല. ഇത് മീഡിയത്തിനെ ഒന്നും തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല, ഒന്നിനും തന്നെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഫോഴ്സാണ്. അപ്പം ഏറ്റവും വീക്കായിട്ടുള്ള ഫോഴ്സാണ്, എപ്പോഴും അട്രാക്റ്റീവ് ആയിരിക്കും. ഇത് പ്രത്യേകിച്ച് മീഡിയത്തിനൊന്നും തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോഴ്സ് അല്ല. ഓക്കെ ആണോ? അതുപോലെ തന്നെ ഇത് ലോങ് റേഞ്ച് ഫോഴ്സാണ്. ലോങ് റേഞ്ച് ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ r എന്ന് പറയുന്നത് ഒത്തിരി വലുതാണെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ട്, ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഈ രണ്ട് ഓബ്ജക്റ്റിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഒത്തിരി കൂടുതലാണെങ്കിലും അതിനിടയ്ക്ക് എന്തുണ്ടാവും, ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. അപ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ലോങ് റേഞ്ച് ഫോഴ്സാണ്. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ടോണം. ചിലപ്പോൾ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചിലപ്പം ചോദിക്കാറുണ്ട്. വീക്ക് ഫോഴ്സാണ്, മീഡിയത്തിനൊന്നും തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എപ്പോഴും അട്രാക്റ്റീവ് ഫോഴ്സ് തന്നെയായിരിക്കും, ലോങ് റേഞ്ച് ഫോഴ്സാണ്. ഓക്കെ ആണോ? ആറ്റത്തിനകത്തൊക്കെ ആണെങ്കിൽ ന്യൂട്രോൺസും പ്രോട്ടോൺസും ഇലക്ട്രോൺസും ഒക്കെ വരുമ്പോഴത്തേക്കും അവിടെ ഷോർട്ട് റേഞ്ച് ഫോഴ്സാണ്. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ ലോങ് റേഞ്ച് ഫോഴ്സാണ്. ഈ രണ്ട് മാസസ് എത്ര ഡിസ്റ്റൻസിലിരുന്നാലും അതിനിടയ്ക്ക് ഈ ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടതാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എന്താണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഫ്രീ ഫോളിംഗ് ബോഡി, മുകളിൽ നിന്ന് താഴത്തേക്ക് വെറുതെ വീഴുന്നൊരു ബോഡി, അതിൻ്റെ ഇടയ്ക്ക് വേറെ ഫോഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, വേറൊരു ഫോഴ്സും ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്നില്ല. ഒരു ബോഡി മുകളിൽ നേരെ താഴേക്ക് എർത്ത് സർഫസിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീഴുന്ന ഒരു ഒബ്ജക്റ്റിന് ഉണ്ടാകുന്ന ആക്സലറേഷനെയാണ് എന്ത് പറയുന്നത്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അതായത് എർത്ത് സർഫസിലേക്ക് മുകളിൽ നിന്ന് വീണുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, മുകളിൽ താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, ഈ ഒബ്ജക്റ്റിൻ്റെ ആക്സലറേഷനെയാണ് എന്ത് പറയുന്നത്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ വീണുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റ് എങ്ങനെയായിരിക്കും? ഫ്രീലി ഫോളിംഗ് ആയിരിക്കണം. ഫ്രീലി ഫോളിംഗ് മീൻസ് ഇതിന് പുറത്ത് വേറെ ഫോഴ്സ് ഒന്നും തന്നെ ആക്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആക്സലറേഷൻ എന്തായിരിക്കും? ആക്സലറേഷൻ g ആയിരിക്കും. ദാറ്റ് ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ എക്സാമിന് ചോദിച്ചാൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ദി acceleration of a body falling freely towards എർത്തിലേക്ക് ഫ്രീ ആയിട്ട് വീഴുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ആക്സലറേഷനെയാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ജി ആണ്. ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇത് പഠിച്ചിട്ടോണം. ഓക്കെ, ഇനി ഈ ജിയുടെ എക്സ്പ്രഷൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ജിക്കൊരു എക്സ്പ്രഷൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിനായിട്ട്
നമ്മൾ ആദ്യം എർത്ത് കൺസിഡർ ചെയ്യുന്നു. എർത്തിൻ്റെ മാസ് m ആണ്. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് r ആണ്. ഈ എർത്തിൻ്റെ സർഫസിലായിട്ട് m മാസുള്ള ഒരു ഓബ്ജക്റ്റ് ഇരിപ്പുണ്ട്. m മാസുള്ള ഒരു ഓബ്ജക്റ്റ് ഇതിൻ്റെ സർഫസിൽ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? m മാസുള്ള ഒരു ഓബ്ജക്റ്റ് എർത്തിൻ്റെ സർഫസിൽ ഇരിക്കുന്നുണ്ട്. എർത്തിൻ്റെ മാസ് m ആണ്, റേഡിയസ് r ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തായിരിക്കും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് Gm, മാസ് ഓഫ് എർത്ത്, മാസ് ഓഫ് ദി ഓബ്ജക്റ്റ് ബൈ ഈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. കറക്റ്റാണോ? നമ്മൾ ഗ്രാവിറ്റേഷൻ ലോ വെച്ചിട്ടാണ് എഴുതിയത് അല്ലേ? Gmm/r². ഇനി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഒരു ഒബ്ജക്റ്റിന് പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ വെയ്റ്റിന് ഈക്വൽ ആണെന്നല്ലേ? വെയ്റ്റ് എന്ന് പറയുമ്പോൾ mg ആണ്. mgക്ക് ഈക്വൽ ആണ്. g ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി നമുക്ക് ഇക്വേറ്റ് ചെയ്യാമല്ലോ. ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് mg ഈക്വൽ ടു Gmm/r². Gmm/r². m ഇവിടെ ക്യാൻസലായി പോകും. ബാക്കി നമുക്ക് ജിക്ക് നമുക്കിവിടെ ഒരു എക്സ്പ്രഷൻ കിട്ടും. ജിക്ക് എന്താ എക്സ്പ്രഷൻ കിട്ടുന്നത്? G is equal to Gm/r². Gm/r². ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനാണ്, പഠിച്ചിട്ടോണം. ഒത്തിരി ഇടത്ത് നമുക്കിത് വേണ്ടി വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പഠിച്ചിട്ടോണം. G ഈക്വൽ ടു Gm/r². ഇനി ഈ ഇക്വേഷനകത്ത് ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്തേ. ഇതിനകത്ത് സ്മോൾ m വന്നിട്ടുണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? മാസ് ഓഫ് ദി ഓബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ഓഫ് ദി ഓബ്ജക്റ്റ്. ഓബ്ജക്റ്റിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. ഇനി നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, G എന്ന് പറയുന്ന ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻ്റ് ആണ്. അതൊരു കോൺസ്റ്റൻ്റ് വാല്യൂ ആണ്. m എന്ന് പറയുന്നത് മാസ് ഓഫ് എർത്ത് ആണ്, അത് കോൺസ്റ്റൻ്റ് ആണ്. r റേഡിയസ് ഓഫ് എർത്ത് ആണ്, അതും കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഈ കോൺസ്റ്റൻ്റ് എല്ലാം കൂടി നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ജീൻ്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ജിയുടെ വാല്യൂ എന്തെന്ന് പറയുന്നത്? 9.8 ആണെന്ന് പറയുന്നത്, കോൺസ്റ്റൻ്റ് വാല്യൂ ആണെന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി സാധാരണ നമുക്ക് ഈ ഏരിയ നമുക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ജി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണ് അല്ലേ? താഴെ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ 6 കൂടിയാൽ ജി കുറയും, 6 കുറഞ്ഞാലോ ജി കൂടും അല്ലേ? ഡിനോമിനേറ്ററിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ പറയുന്നത് നമുക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യം, 10/2 ആണോ വലുത് 10/5 ആണോ വലുത്? 10/2 ആണ് അല്ലേ? അപ്പോൾ ഡിനോമിനേറ്റർ കുറഞ്ഞാലേ നമുക്ക് കിട്ടുന്ന വാല്യൂ വലുതായിട്ട് കിട്ടത്തുള്ളൂ. അതേപോലെ ആറിൻ്റെ വാല്യൂ കുറയുവാണെങ്കിൽ, നോട്ട് ചെയ്തോണം, ആറിൻ്റെ വാല്യൂ കുറയുവാണെങ്കിൽ ജിയുടെ വാല്യൂ കൂടുതലായിരിക്കും. ആറിൻ്റെ വാല്യൂ കൂടിയാലോ ജിയുടെ വാല്യൂ കുറയും. അപ്പം ഇതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിച്ചു കാണാറുണ്ട്. എർത്തിൻ്റെ പോളിലാണോ ഇക്വേറ്ററിലാണോ ജിയുടെ വാല്യൂ കൂടുതലായിട്ട് വരുന്നതെന്ന് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എർത്തിൻ്റെ പോളിലാണോ ഇക്വേറ്ററിലാണോ എന്ന്. നമുക്കറിയാം എർത്ത് എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്പിയർ അല്ല അല്ലേ? കറക്റ്റായിട്ടുള്ളൊരു സ്പിയർ അല്ല, സൈഡിലേക്ക് ഇത്തിരി ബൾജ് ചെയ്ത് നിൽക്കുന്ന പോലെയാണ്.
അതായത് ഒരു മത്തങ്ങയുടെയൊക്കെ ടൈപ്പ്. എന്ന് വെച്ചാൽ ഈ പോൾസിലേക്ക് വരുമ്പം സെൻറ്ററിൽ നിന്ന് പോൾസിലേക്കുള്ള ഡിസ്റ്റൻസ് കുറവായിരിക്കും. അതായത് 6 കുറവായിരിക്കും. 6 കുറവാണെങ്കിൽ അവിടെ ആര് കൂടുതലായിരിക്കും? ജി കൂടുതലായിരിക്കും. ഇനി ഇക്വേറ്ററിലേക്ക് വരുമ്പം ആർ കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആര് കുറവായിരിക്കും? ജി കുറവായിരിക്കും. അപ്പോൾ പോൾസിലും ഇക്വേറ്ററിലും സാധാരണ ചോദിക്കാറുള്ളതാണ്. പോൾസിലാണോ ഇക്വേറ്ററിലാണോ ജിയുടെ വാല്യൂ കൂടുതലായിട്ട് വരുന്നത്? പോൾസിൽ ആറിൻ്റെ വാല്യൂ കുറവാണ്. കാരണം എർത്ത് എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്പിയർ അല്ല. പോൾസിലേക്കുള്ള ഡിസ്റ്റൻസ് ഇത്തിരി കുറവാണ്. അപ്പം 6 കുറഞ്ഞതുകൊണ്ട് തന്നെ ജിയുടെ വാല്യൂ കൂടുതലായിരിക്കും. ഇക്വേറ്ററിലേക്ക് വരുമ്പം ആറിൻ്റെ വാല്യൂ കൂടുതലാണ്, അതുകൊണ്ട് ജിയുടെ വാല്യൂ കുറവായിരിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തോണം. പോൾസിൽ ജിയുടെ വാല്യൂ കൂടുതലായിരിക്കും. ഇക്വേറ്ററിൽ ജിയുടെ വാല്യൂ കുറവായിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് കെപ്ലേഴ്സ് ലോസ് ആണ്. നമുക്ക് ഡയറക്റ്റായിട്ട് പഠിക്കാനുള്ള 3 ലോസ് ആണുള്ളത്. സാധാരണ ഈ ലോ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് ആണ് സാധാരണ ചോദിച്ചു കാണുന്നത്. അതിനകത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ലാസ്റ്റ് തേർഡ് ലോ ആണ്. തേർഡ് ലോ എന്ന് വെച്ചാൽ ടൈം പീരീഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളതാണ്. 3 ലോസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ലോ ഓഫ് ഓർബിറ്റ്സ് ആണ്, പിന്നെ ലോ ഓഫ് ഏരിയാസ് ആണ്, ദെൻ ലോ ഓഫ് പീരിയഡ്സ് ആണ്. അതിനകത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൂടുതലും ചോദിച്ചു കാണുന്നത് ലോ ഓഫ് പീരിയഡ്സ് ആണ്. ഇത് ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് ആണ് കൂടുതലായിട്ടും ചോദിച്ചു കാണുന്നത്. അപ്പം മെയിനായിട്ട് 3 ലോസ് ആണ്. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഓർബിറ്റ്സ്, സെക്കൻഡ് എന്ന് പറയുന്നത് ലോ ഓഫ് ഏരിയാസ്, തേർഡ് എന്ന് പറയുന്നത് ലോ ഓഫ് പീരിയഡ്സ്. ക്ലിയർ ആണോ? ഇതിനകത്ത് പ്ലാനറ്റ്സ് എല്ലാം റിവോൾവ് ചെയ്യുന്നത് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ്. സണ്ണിന് ചുറ്റുമായിട്ട് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് പ്ലാനറ്റ്സ് എല്ലാം റിവോൾവ് ചെയ്യുന്നത്. ഇപ്പോൾ എലിപ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിന് 2 ആക്സിസ് ഉണ്ടാവും. ഒന്ന് മേജർ ആക്സിസ്, പിന്നെ ഒന്ന് മൈനർ ആക്സിസ്. മേജർ ആക്സിസും കാണും, മൈനർ ആക്സിസും കാണും. അപ്പം ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലായിരിക്കും പ്ലാനറ്റ്സ് എപ്പോഴും സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത്. ഇതിനകത്തെ ഏതെങ്കിലും ഒരു ഫോക്കസിൽ സണ്ണുണ്ടാവും. ഓക്കെ. അപ്പം ഫസ്റ്റ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എവരി പ്ലാനറ്റ് മൂവ് ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് around the sun with sun at one of the foci. Every planet, first law, അല്ലേ? ഫസ്റ്റ് ലോ every planet elliptical orbit around ഇതാണ് ഫസ്റ്റ് ലോ പറയുന്നത്. ഇനി സെക്കൻഡ് ലോയിലേക്ക് വരുമ്പം ഈ പ്ലാനറ്റ്
അത് ഈ ഒരു പൊസിഷനിലാണെന്ന് വിചാരിച്ചോളൂ, എക്സിലാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്ത് എക്സ് ഡാഷിലേക്ക് വന്നു. എന്ന് വെച്ചാൽ ഇതിവിടെ കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ ആണോ? ഈ പ്ലാനറ്റ് തന്നെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങെത്തി. ഓക്കെ, ഇതിപ്പം O എന്ന് പറയുന്ന പോയിന്റിലാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് മൂവ് ചെയ്ത് O ഡാഷിലേക്ക് എത്തി. അപ്പം ഇവിടെ കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇനി ഈ ലോ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഏരിയൽ വെലോസിറ്റി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. റേഡിയസ് വെക്ടർ കവർ ചെയ്യുന്ന ഏരിയ, ഇതാണ് റേഡിയസ്. ഇവിടുത്തെ ഈ റേഡിയസ് കവർ ചെയ്യുന്ന ഏരിയ എപ്പോഴും റേഡിയസ് വെക്ടർ അല്ലെങ്കിൽ ഈ സണ്ണിൽ നിന്ന് ഈ പ്ലാനറ്റിലേക്കുള്ള ലൈൻ കവർ ചെയ്യുന്ന ഏരിയ എപ്പോഴും സെയിം ആയിരിക്കും. സണ്ണിൽ നിന്ന് പ്ലാനറ്റിലേക്കുള്ള ഈ ലൈൻ കവർ ചെയ്യുന്ന ഏരിയ എപ്പോഴും സെയിം ആയിരിക്കും. ഈ ഏരിയ എപ്പോഴും സെയിം ആയിരിക്കും. നമ്മൾ വേറൊരു ഏരിയ കൺസിഡർ ചെയ്താലോ. പ്ലാനറ്റ് ഈ പോയിന്റിലെത്തി, കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ പോയിന്റിലെത്തി. ഇത് y ഡാഷ്. ഈ ഏരിയാസിന് ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ചാൽ ഏരിയൽ വെലോസിറ്റി എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഈക്വൽ ഏരിയ ആയിരിക്കും ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ കവർ ചെയ്ത് പോകുന്നത്. ഇതാണ് സെക്കൻഡ് ലോ പറയുന്നത്. ലൈൻ ജോയിനിങ് സൺ ആൻഡ് ദി പ്ലാനറ്റ് swipes equal area in equal interval of time, or the aerial velocity is a constant. കാര്യം ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്തെഴുതാം? ഏരിയൽ വെലോസിറ്റി is a constant. dA/dt ഈക്വൽ ടു കോൺസ്റ്റന്റ്. dA/dt എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. സണ്ണിൽ നിന്ന് ഒത്തിരി ദൂരെ ആയിരിക്കുമ്പം പ്ലാനറ്റ് മൂവ് ചെയ്യുന്നത് പതുക്കെ ആയിരിക്കും. സണ്ണിനോട് അടുത്ത് വരുമ്പോഴത്തേക്കും പ്ലാനറ്റ് മൂവ് ചെയ്യുന്നത് സ്പീഡ് കൂടുതലായിരിക്കും. അപ്പോൾ നോക്കിയേ, far away from the sun, the planet cover less distance. കുറച്ച് ഡിസ്റ്റൻസ് മാത്രമേ ഇവിടെ കവർ ചെയ്യത്തുള്ളൂ. ബട്ട് വെൻ ഇറ്റ് ഈസ് നിയറർ ടു സണ്ണോട് ഏറ്റവും അടുത്ത് വരുമ്പോഴത്തേക്കും കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യും. ദാറ്റ് മീൻസ് ദ വെലോസിറ്റി ഈസ് ഗ്രേറ്റർ വെൻ ദ പ്ലാനറ്റ് ഈസ് നിയറർ ടു സൺ. Velocity is greater or the speed is greater when the planet is nearer to sun. സണ്ണോട് അടുത്തിരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ വെലോസിറ്റി കൂടുതലായിരിക്കും. ഈ ഒരു പോയിന്റ് ഒന്ന് മൈൻഡിലൊന്ന് കീപ്പ് ചെയ്തോണം കേട്ടോ. ചിലപ്പോൾ എക്സാമിനൊക്കെ ചോദിച്ചു വരാറുള്ളതാണ്. സണ്ണിനോട് അടുത്തിരിക്കുമ്പോഴാണോ ഡിസ്റ്റൻസിലായിരിക്കുമ്പോഴാണോ സ്പീഡ് കൂടുതലായിട്ട് വരുന്നതെന്ന്. സണ്ണിനോട് അടുത്തിരിക്കുമ്പോഴാണ് വെലോസിറ്റി കൂടുതലായിട്ട് വരുന്നത്. ക്ലിയർ? ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ലോ ഓഫ് പീരിയഡ്സ്. ലോ ഓഫ് പീരിയഡ്സ് പറയുന്നത് എന്താന്ന് വെച്ചാൽ ടൈം പീരിയഡിൻ്റെ സ്ക്വയർ. ടൈം പീരിയഡ് എന്ന് പറയുന്നത് ഒരു ഫുൾ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, ഒരു ഫുൾ റെവല്യൂഷൻ, അതായത് സണ്ണിന് ചുറ്റും ഒരു കംപ്ലീറ്റ് പാത്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്
ഒരു പ്രാവശ്യം ഇതിന് ചുറ്റുമായിട്ട് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് വേണ്ടി വരുന്ന ടൈമിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദി സെമി മേജർ ആക്സിസ്. ക്യൂബ് ഓഫ് ദി സെമി മേജർ ആക്സിസ്. സെമി മേജർ ആക്സിസിൻ്റെ ക്യൂബിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. മേജർ ആക്സിസിൻ്റെ പകുതിയാണ് സെമി മേജർ ആക്സിസ്. അപ്പോൾ ഈ സെമി മേജർ ആക്സിസിൻ്റെ ക്യൂബിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇതിനെ ബേസ് ചെയ്ത് പ്രോബ്ലം ചോദിക്കാറുണ്ട്. T1 സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു A1 ക്യൂബ്, T2 സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു A2 ക്യൂബ് ആണെങ്കിൽ T1 സ്ക്വയർ ബൈ T2 സ്ക്വയർ ഈസ് ഈക്വൽ ടു A1 ക്യൂബ് ബൈ A2 ക്യൂബ്. ഈ റിലേഷൻ വെച്ചിട്ട് പ്രോബ്ലംസ് സാധാരണ ചോദിച്ചു കാണാറുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ലോയിൽ നമുക്ക് എന്ത് എഴുതാം? സ്ക്വയർ ഓഫ് time period of revolution of planet is proportional to cube of semi-major axis. Or simply we can write T square is proportional to A cube. T square is proportional to A cube. ഇത് മൂന്നുമാണ് കെപ്ലേഴ്സ് ലോയ്ക്കകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എസ്കേപ്പ് വെലോസിറ്റിയാണ്. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് എല്ലാ ഒബ്ജക്റ്റിനെയും എർത്ത് അതിൻ്റെ സെൻറ്ററിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ? എല്ലാ ഒബ്ജക്റ്റിനെയും എർത്ത് അതിൻ്റെ സെൻറ്ററിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. എർത്തിൻ്റെ ഈ അട്രാക്റ്റീവ് ഫോഴ്സിനെ ഓവർകം ചെയ്ത് ഒരു ഒബ്ജക്റ്റിന് എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് വിട്ട് പുറത്തോട്ട് പോകണമെങ്കിൽ അതിന് നമ്മൾ എന്ത് വെലോസിറ്റിയിൽ എറിയണം, എത്ര സ്പീഡിൽ എറിഞ്ഞാലാണ് ഒരു ഒബ്ജക്റ്റിന് എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകാൻ പറ്റും. അതിനെയാണ് എന്ത് പറയുന്നത്? എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി എന്താണെന്ന് നമുക്ക് പറയാം. ദ മിനിമം വെലോസിറ്റി with which an object projected so that it can escape from gravitational field of Earth. ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഓഫ് എർത്ത്. ഇനി ഇതിൻ്റെ എക്സ്പ്രഷനും കൂടി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എക്സ്പ്രഷനും കൂടി എക്സാമിന് ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ എക്സ്പ്രഷൻ, എർത്തിൻ്റെ സർഫസിലിരിക്കുന്ന ഒരു ഓബ്ജക്റ്റിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്, എർത്തിൻ്റെ സർഫസിലിരിക്കുന്ന ഒരു ഓബ്ജക്റ്റിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്, potential energy of an object on the surface of earth എർത്ത് എന്ന് പറയുന്നത് GM M/R ആണ്.
GMM/R ആണ്. ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എറിയുമ്പോഴത്തേക്കും ഈ പൊട്ടൻഷ്യൽ എനർജിയാണ് അതിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നത്. ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എറിയുമ്പോഴത്തേക്കും ഈ പൊട്ടൻഷ്യൽ എനർജിയാണ് അതിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റിനെ എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് വേണ്ടി വരുന്ന വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ എനർജി. വർക്ക് ഡൺ ഇൻ മൂവിങ് ആൻ ഒബ്ജക്റ്റ് ഫ്രം എർത്ത് സർഫസ് ടു ഇൻഫിനിറ്റി, അതാണ് GMM/R. അല്ലെങ്കിൽ സിംപ്ലി ഇത്രയും പഠിച്ചാൽ മതി. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓൺ ദി സർഫസ് ഓഫ് എർത്ത് ഈസ് GMM/R. When it is projected with the velocity v, when object is projected with velocity ve, escape velocity എന്ന് കാണിക്കാനാണ് v എന്ന് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും എന്തായിട്ട് മാറുന്നത്? കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നത്. P = KE ആയിട്ട് മാറും. അല്ലെങ്കിൽ GMM/R = ½ m VE² എന്ന് എഴുതാം. രണ്ടിടത്ത് m ക്യാൻസലായി പോകും. ബാക്കി നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത് VE² ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2 ഇപ്പുറത്തേക്ക് വരും. 2GM/R എന്നാണ്. 2GM/R എന്നാണ്. ഇനി നമ്മൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ പഠിച്ചപ്പോൾ നമ്മളിപ്പം പഠിച്ചായിരുന്നു. G എന്ന് പറയുന്നത് GM/R² ആണ്. GM/R² ആണ്. അങ്ങനെയാണെങ്കിൽ GM = GR² നമുക്ക് എഴുതാം. ശരിയാണോ? അത് നമ്മൾ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2 × GM പകരം GR²/R. ഒരാറും കട്ടായി പോകും. അങ്ങനെയാണെങ്കിൽ V എന്ന് പറയുന്നത് ഇതിൻ്റെ റൂട്ട് വാല്യൂ ആണ്. √2GR. √2GR ഈക്വൽ ആയിരിക്കും. ഇത് പഠിച്ചിട്ടോണം. ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് സാധാരണ ചോദിച്ചു വരുന്നതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത 4 എക്സാമിന് ചോദിച്ചു വരുന്നതാണ്. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നേരിട്ട് ചോദിക്കുന്നതാണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്ക് നേരിട്ട് അവിടെയും നമുക്ക് വരുന്നുണ്ട്. ഇതുപോലെ എസ്കേപ്പ് വെലോസിറ്റി, ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഇനി അങ്ങോട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇനിയുള്ള ഡെറിവേഷനകത്തൊക്കെ നമുക്കത് വേണ്ടി വരുന്നതാണ്. എസ്കേപ്പ് വെലോസിറ്റി സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അതുപോലെ കെപ്ലേഴ്സ് ലോയ്ക്കകത്ത് 3rd ലോ ആണ് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചു കാണുന്നത്. ക്ലിയർ ആയോ? ഇനി എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എർത്ത് എന്ന് പറയുന്നത്, എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്, എസ്കേപ്പ് വെലോസിറ്റി ഫ്രം എർത്ത് ഇസ് 11 km/s² ആണ്. അതുപോലെ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് മൂണിൽ നിന്നുള്ള എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് 2.3 km/s² ആണ്. ഈ 2 വാല്യൂസും ഒന്ന് പഠിച്ചിട്ടോണം കേട്ടോ. നമുക്കൊരു 1 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സോ അതുപോലെയൊക്കെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് കയറി ചോദിക്കാറുള്ളതാണ്. ചില പ്രോബ്ലംസിനകത്തൊക്കെ ചിലപ്പം കയറി ചോദിക്കാറുണ്ട്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ ഒന്ന് പഠിച്ചേക്കണം. ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യരുതും. എക്സാമിങ് അടുത്തെത്തുന്നു. തീരെ കുറച്ച് സമയമേ ഉള്ളൂ. ഒത്തിരി ടോപ്പിക്സ് പഠിച്ചു തീർക്കാനുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുതേ. ഓക്കെ, താങ്ക് യു.